ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ കുട്ടിക്ക് വെള്ളിയാഴ്ച നേരത്തെ പോകണം കേട്ടോ സ്കൂൾക്ക്. 8:10, 8:15 പോലെ വണ്ടി വരും കേട്ടോ. അപ്പോൾ നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ അന്ന്. നമ്മളെ റീഷുകുട്ടി ഉറങ്ങണതിനനുസരിച്ചാട്ടോ നമ്മളെ പണി നീങ്ങുക. ഇന്നിപ്പോൾ രാവിലെ തന്നെ കുറുമ്പ് വെറ്റുകാണ്ട് ഇങ്ങനെ ഒക്കെ തന്നെ ഇരിക്കുക കേട്ടോ. ഒക്കത്തുനിന്ന് ഇറങ്ങണമില്ല, ഇങ്ങനെ കരച്ചിലും പിരിച്ചിലും ആയിട്ടാട്ടോ ഇന്ന് വൈത്താലുള്ളത്. അപ്പോൾ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിക്കാണ്ട് ദോശ ആക്കിട്ടോ. ഗോതമ്പ് പൊടിയാണ് കലക്കിയാണ് പാർന്നു കേട്ടോ. എന്നാൽ വേണ്ടല്ലേ പണിക്ക്. ചായ ആക്കി, പിന്നെ കറി തലേന്നത്തെ ഇരിക്കുന്നുണ്ട് ലേസം. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചുടുക കേട്ടോ. ഓനും ഒക്കത്ത് ഇങ്ങനെ ഇരുന്നുകാണ്ട് കരച്ചിലാട്ടോ. എന്താ അറിയില്ല, അന്ന് ഇങ്ങനെ ഒരു കരച്ചിലാണ്. ചില ദിവസം അങ്ങനെ കാരണം, ചില ദിവസം കുഴപ്പമില്ല. അങ്ങനെ ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മളെ മോനൂസ് വന്നുകൊണ്ട് ഇന്ന് നമുക്ക് കൂട്ടാൻ വേണമ്മ ഇങ്ങനെ തൊയിരം കിടക്കുന്നുണ്ട് കേട്ടോ. സാധാരണ പോലെ കൂട്ടാൻ കൊണ്ടുപോകലില്ല, ചില ദിവസമൊക്കെ എന്തെങ്കിലും കൊടുത്തയക്കും. സ്കൂളിൽ തന്നെ ഉണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. കുട്ടികളൊക്കെ ഉരുളക്കിയും കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും നനങ്ങാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പോയിക്കാണ്ട് മോനൂസിനെ കുളിപ്പിക്കാൻ പോയി. പിന്നെ ഓൽക്ക് ആ സമയത്തിന് ഓൽക്ക് പോകണമെങ്കിൽ നമ്മളൊരു 10 വട്ടം പറയണല്ലേ എല്ലാ കാര്യങ്ങളും. എന്നിട്ട് പിന്നെ ഏതായാലും ഞാൻ എന്താട്ടി, ഒരു ചേനൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് നുറുക്കി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് വേഗം മസാല പരത്തി വെച്ചു. ചില ദിവസങ്ങളിലൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെക്കും. ഇതിപ്പോൾ പെട്ടെന്ന് വേണമെന്ന് ഇങ്ങനെ കച്ചിലായപ്പോൾ വേഗം ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ വേഗം ഫ്രൈ ആക്കുക കേട്ടോ. പിന്നെ തലേന്ന് ഉള്ള കറി ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ യൂണിഫോം മാറ്റണോ, പിന്നെ ബെൽറ്റ് ഇടാൻ വന്നേക്കണു കേട്ടോ. ബെൽറ്റ് ഇടാനോ എനിക്കറിയില്ല, അപ്പോൾ ബെൽറ്റ് ഇടാനൊക്കെ വന്നേക്കുക കേട്ടോ. വെള്ളിയാഴ്ച ദിവസം കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അന്ന് നേരത്തെ വണ്ടി വരും ചെയ്യും. മറ്റേത് ഓന് മദ്രസൊക്കെ വിട്ട് വന്ന് സാവധാനമൊക്കെ ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് 8:15 പിന്നെ വണ്ടി വരും, അപ്പോൾ പിന്നെ വേഗം പോകണം. അങ്ങനെ നമ്മളിതാ കുപ്പിയിൽ വെള്ളം പറന്നു കൊടുത്തു. പിന്നെ ഓൽക്കുള്ള കൂട്ടാനൊക്കെ പോലെ പാത്രത്തേക്ക് ആക്കി കൊടുത്തു. ഇപ്പോൾ മറ്റവൻ പറഞ്ഞു എനിക്ക് കൂട്ടാനൊന്നും വേണ്ടമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രണ്ടാൾക്കും ഒരേപോലെ ആക്കി കൊടുത്തുട്ടോ. നമ്മളെ കുട്ടാപ്പി എന്ത് ചെയ്തിട്ടും നിലത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഓൻ ഇന്ന് പൊക്കത്തന്നെ അവിടെ കയറി കുത്തിറക്കാണ്. എന്തെങ്കിലും ചെറുതായിട്ട് വല്ല അസുഖം വരാണ്ടാവും, അങ്ങനത്തെ ദിവസങ്ങളാണ് അങ്ങനെ ഉണ്ടാവല്. അപ്പം അങ്ങനെ രണ്ടാൾക്കുള്ള കുപ്പിയും പാത്രവും കൂട്ടാനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ ഓൾക്ക് ചായ കൊടുക്കാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ രണ്ടാൾക്കും ചായയൊക്കെ എടുത്ത് വെച്ചേക്കണു. ദോശ ആയ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അത് ഗോതമ്പ് ദോശയൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ചൊരു ഇതാണ്. എന്നാലും അങ്ങനെ രണ്ടാൾക്കും ചായയൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ റിഷുവിനും ചായയൊക്കെ കൊടുത്തു. എന്താ രണ്ടാളും കൂടെ ഇങ്ങനെ ചായ കുടിക്കുക കേട്ടോ. കുറച്ച് നേരത്തെ ഇരിക്കണം, അതുകൊണ്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുടിക്കാനുള്ള സമയമുണ്ട്. പിന്നെ ഓലെ കിറ്റൊക്കെ ശരിയായി കൊടുത്തിട്ടോ. അങ്ങനെ രണ്ടാളും പോവാനുള്ള ഒരുക്കമായിട്ടോ. ചായയുടെയൊക്കെ കഴിഞ്ഞ് 8 മണിയായിട്ടോ. ഇനി പോവാനുള്ളതായി. ഇതാ റിഷുദാ ഒന്ന് നോക്കിക്കേട്ടോ ഒരു പൂണ്ട്. അങ്ങനെ സലാനൊക്കെ തന്ന് പോവാട്ടോ. പിന്നെ ബിസ്മില്ലാഹി തവക്കൽതു ദിക്റൊക്കെ ചൊല്ലി കൊടുത്തിട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ സ്കൂൾക്കൊക്കെ പോകേണ്ട അന്നത്തേക്ക് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.